ദിവസം ഫോഴ്സ് മോട്ടോഴ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പലരും പറഞ്ഞൊരു കാര്യം കമ്പനി മിഡ് ക്യാപ്പ് ആണ് എന്നതാണ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന്റെ അടിസ്ഥാനത്തിൽ ലാർജ്, മിഡ്, സ്മോൾ ക്യാപ് കമ്പനികളായി തിരിച്ചതിൽ പലരും പഴയ റൂളാണ് പിന്തുടരുന്നതെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് ഇന്നത്തെ സെഷനിൽ ആ ധാരണയിൽ ഒരു ക്ലാരിറ്റി വരുത്താം. സെക്യൂരിറ്റീസ് മാർക്കറ്റിലെ കമ്പനികളെ തരംതിരിക്കുന്നതിനുള്ള പ്രധാന മാനദണ്ഡങ്ങളിലൊന്നാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അഥവാ വിപണി മൂലധനം. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്നാൽ ഒരു കമ്പനിയുടെ വിപണിയിലുള്ള ആകെ ഓഹരികളുടെ നിലവിലെ മൂല്യമാണ്. അതായത് മാർക്കറ്റ് ക്യാപ് ഈസ് ഈക്വൽ ടു ആകെ ഓഹരികളുടെ എണ്ണം ഇൻറ്റു ഒരു ഓഹരിയുടെ വിപണി വില. വിപണി മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്പനികളെ പ്രധാനമായും 3 വിഭാഗങ്ങളായി തരംതിരിക്കാം. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ മാനദണ്ഡങ്ങൾ പ്രകാരം വിപണി മൂലധനത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ 100 സ്ഥാനങ്ങളിൽ വരുന്ന കമ്പനികളെയാണ് ലാർജ് ക്യാപ് എന്ന് വിളിക്കുന്നത്. പട്ടികയിൽ 101 മുതൽ 250 വരെ റാങ്കുകളിൽ വരുന്ന കമ്പനികൾ മിഡ് ക്യാപ് വിഭാഗത്തിൽ പെടുന്നു. എന്നാൽ 251 സ്ഥാനം മുതൽ താഴോട്ടുള്ള കമ്പനികളെ സ്മോൾ ക്യാപ് എന്നും വിളിക്കുന്നു. ഇവ ഉയർന്ന വളർച്ചാ സാധ്യത നൽകുന്നുണ്ടെങ്കിലും വിപണിയിലെ കടുത്ത ഏറ്റക്കുറച്ചിലുകൾക്കും വലിയ റിസ്കിനും സാധ്യതയുള്ളവയാണ്. വിപണി മൂലധനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അതിന്റെ നിർവചനത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഒരു കമ്പനിയുടെ ഓഹരി മൂല്യത്തിലും വിപണിയിലും ഇത് ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് നിക്ഷേപകർ വിശദമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ട ഒരു രീതിയായതിനാൽ ഭൂമിശാസ്ത്രപരമായ വ്യത്യാസങ്ങളില്ലാതെ ഏത് രാജ്യത്തെ നിക്ഷേപകർക്കും ഒരു കമ്പനിയുടെ മൂല്യം ഇതുവഴി എളുപ്പത്തിൽ വിലയിരുത്താനാകും. വിപണിയിലെ മാറ്റങ്ങൾ പ്രവചനാതീതമാണെങ്കിലും ഒരു കമ്പനിയുടെ നിക്ഷേപ സാധ്യതയും അപകട സാധ്യതയും കൃത്യമായി മനസ്സിലാക്കാൻ ഈ മാർഗം സഹായിക്കുന്നു. കൂടാതെ ഓഹരി വിപണിയിലെ സൂചികകളിൽ വിവിധ കമ്പനികളുടെ പ്രാധാന്യം നിശ്ചയിക്കുന്നതിനും മാർക്കറ്റ് ക്യാപ്പ് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. വ്യത്യസ്ത കമ്പനികളുടെ വലിപ്പവും സുരക്ഷിതത്വവും തമ്മിൽ താരതമ്യം ചെയ്യാനും ഇത് നിക്ഷേപകരെ പ്രാപ്തരാക്കുന്നു. വലിയ നഷ്ടങ്ങൾ ഒഴിവാക്കാൻ ലാർജ് ക്യാപ് കമ്പനികളെയും വളർച്ചാ സാധ്യതകളെ ചെറിയ കമ്പനികളെയും ഉൾപ്പെടുത്തി ഒരു സന്തുലിത പോർട്ട്ഫോളിയോ നിർമ്മിക്കാനും ഇത് ഉപകരിക്കും. എങ്കിലും മാർക്കറ്റ് ക്യാപ്പ് കണക്കാക്കുമ്പോൾ കമ്പനിയുടെ കടബാധ്യതകളോ ലാഭവിഹിതങ്ങളോ പരിഗണിക്കാറില്ല എന്ന വസ്തുത കൂടി നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ടതാണ്. വിപണി മൂലധനത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്പനികളെ പ്രധാനമായും ലാർജ് ക്യാപ്, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ടെങ്കിലും ഇതിനു പുറമെ മെഗാ ക്യാപ്, മൈക്രോ ക്യാപ്, നാനോ ക്യാപ് എന്നിങ്ങനെ മറ്റു വിഭാഗങ്ങൾ കൂടി നിലവിലുണ്ട്. വിപണി മൂലധനത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ 100 സ്ഥാനങ്ങളിൽ വരുന്ന മുൻനിര കമ്പനികളെ ലാർജ് ക്യാപ് കമ്പനികൾ എന്ന് വിളിക്കുമ്പോൾ മിഡ് ക്യാപ് കമ്പനികൾ വിപണി മൂലധനത്തിന്റെ അടിസ്ഥാനത്തിൽ 101 മുതൽ 250 വരെ സ്ഥാനങ്ങളിൽ വരുന്നുണ്ട്. മികച്ച വളർച്ചാ സാധ്യതയുള്ളതും വിപണിയിൽ തങ്ങളുടെ സാന്നിധ്യം വിപുലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതുമായ കമ്പനികളാണിവ. ലാർജ് ക്യാപ് കമ്പനികളെക്കാൾ വേഗത്തിൽ വളരാനുള്ള ശേഷിയുണ്ടെങ്കിലും സ്മോൾ ക്യാപ് കമ്പനികളെ അപേക്ഷിച്ച് ഇവയ്ക്ക് കൂടുതൽ ബിസിനസ് സ്ഥിരതയുണ്ടാകും. 251 സ്ഥാനം മുതൽ താഴോട്ടുള്ള കമ്പനികളാണ് ഈ വിഭാഗത്തിൽ വരുന്നത്. വിപണി മൂലധനത്തിന്റെ അടിസ്ഥാനത്തിൽ ലാർജ് ക്യാപ്, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് എന്നിങ്ങനെ തരംതിരിക്കുന്നത് സെബിയാണ്. സെബിയുടെ നിർദ്ദേശപ്രകാരം അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ഇന്ത്യയാണ് കമ്പനികളുടെ ഈ പട്ടിക പുതുക്കി പ്രസിദ്ധീകരിക്കുന്നത്. കമ്പനികളെ അവയുടെ വിപണി മൂലധനത്തിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുന്നതിനുള്ള നിർണായകമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത് 2017 ഒക്ടോബർ 6-നാണ്. ഇതിനു മുൻപ് ഓരോ മ്യൂച്വൽ ഫണ്ട് കമ്പനികളും വ്യത്യസ്ത മാനദണ്ഡങ്ങളാണ് ലാർജ്, മിഡ്, സ്മോൾ ക്യാപ് കമ്പനികളെ നിശ്ചയിക്കാൻ ഉപയോഗിച്ചിരുന്നത്. ഇത് നിക്ഷേപകർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയിരുന്നു. ഇതൊഴിവാക്കി എല്ലാ ഫണ്ടുകളിലും ഒരേ മാനദണ്ഡം കൊണ്ടുവരാനാണ് സെബി ഈ നിയമം കൊണ്ടുവന്നത്. 2017 ഒക്ടോബറിലെ സർക്കുലറിനെ തുടർന്ന് 2018 മുതൽ ഈ വർഗീകരണം പൂർണ്ണമായും നടപ്പിലാക്കി. സാധാരണയായി എല്ലാ വർഷവും ജനുവരിയിലും ജൂലൈയിലുമാണ് ഈ പട്ടിക പുറത്തിറക്കുന്നത്. അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ഇന്ത്യ പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം 2026 ജനുവരിയിലാണ് അവസാനമായി കമ്പനികളുടെ മാർക്കറ്റ് ക്യാപ് അടിസ്ഥാനത്തിലുള്ള വർഗീകരണം പുതുക്കിയത്. 2026 ജനുവരിയിൽ പുറത്തിറക്കിയ ഈ പട്ടിക 2026 ഫെബ്രുവരി 1 മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. 2026 ജൂൺ അവസാനം വരെ ഈ വർഗീകരണം തന്നെയാണ് നിലനിൽക്കുക. അടുത്ത വർഗീകരണം 2026 ജൂലൈ ആദ്യവാരം പുറത്തിറങ്ങും. ഇത് 2026 ഓഗസ്റ്റ് 1 മുതൽ നിലവിൽ വരും. 2025 ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിലെ കമ്പനികളുടെ ശരാശരി മാർക്കറ്റ് ക്യാപ് കണക്കാക്കിയാണ് 2026 ജനുവരിയിലെ ഈ പട്ടിക തയ്യാറാക്കുക. എപ്പോഴും വിപണിയിലെ ആദ്യ 100 കമ്പനികൾ ലാർജ് ക്യാപ് ആയും 101 മുതൽ 250 വരെയുള്ളവ മിഡ് ക്യാപ് ആയും 251 ശേഷമുള്ളവ സ്മോൾ ക്യാപ് ആയും തുടരുന്നുണ്ട്. വിപണിയിലെ ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ച് ഓരോ 6 മാസത്തിലും ചില കമ്പനികൾ ഒരു വിഭാഗത്തിൽ നിന്ന് മറ്റൊരു വിഭാഗത്തിലേക്ക് മാറാറുണ്ട്. സെബി ഓരോ 6 മാസം കൂടുമ്പോഴും ഈ പട്ടിക പുതുക്കുന്നത് നിക്ഷേപകരുടെ സുരക്ഷയ്ക്കും വിപണിയിലെ സുതാര്യതയ്ക്കും വേണ്ടിയാണ്. ഓഹരി വിപണിയിൽ കമ്പനികളുടെ ഓഹരി വില ദിവസവും മാറിക്കൊണ്ടിരിക്കും. ചില കമ്പനികൾ അതിവേഗം വളരുകയും അവയുടെ വിപണി മൂല്യം വർദ്ധിക്കുകയും ചെയ്യും. 6 മാസം കൂടുമ്പോൾ പട്ടിക പുതുക്കുന്നതിലൂടെ ഒരു കമ്പനി നിലവിൽ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു എന്നത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും.
കൂടാതെ സെബിയുടെ നിയമപ്രകാരം ഓരോ മ്യൂച്വൽ ഫണ്ട് സ്കീമും, ഉദാഹരണത്തിന് ലാർജ് ക്യാപ് ഫണ്ടൊക്കെ, അതിന്റെ നിക്ഷേപത്തിന്റെ നിശ്ചിത ശതമാനം കൃത്യമായി ആ വിഭാഗത്തിലുള്ള കമ്പനികൾ തന്നെ നിക്ഷേപിക്കേണ്ടതുണ്ട്. ഒരു കമ്പനി സ്മോൾ ക്യാപ്പിൽ നിന്ന് മിഡ് ക്യാപ്പിലേക്ക് വളർന്നാൽ മ്യൂച്വൽ ഫണ്ട് മാനേജർമാർക്ക് അവരുടെ നിക്ഷേപം അതിനനുസരിച്ച് പുനഃക്രമീകരിക്കാൻ ഈ പുതുക്കിയ പട്ടിക സഹായിക്കുന്നു. ഒരു ചെറിയ കമ്പനി പെട്ടെന്ന് വളർന്ന് വലിയ കമ്പനി ആവുകയോ അല്ലെങ്കിൽ ഒരു വലിയ കമ്പനിയുടെ മൂല്യം ഇടിഞ്ഞ് താഴേക്ക് വരികയോ ചെയ്തേക്കാം. പട്ടിക പുതുക്കിയില്ലെങ്കിൽ നിക്ഷേപകർ വലിയ കമ്പനിയാണെന്ന് കരുതി നിക്ഷേപിക്കുന്നത് യഥാർത്ഥത്തിൽ തകർച്ചയിലുള്ള ഒരു ചെറിയ കമ്പനിയിലാകാൻ സാധ്യതയുണ്ട്. ഇതൊഴിവാക്കാൻ ഈ ക്ലാസിഫിക്കേഷൻ സഹായിക്കും. പുതിയ കമ്പനികൾ IPO വഴി വിപണിയിലേക്ക് വരികയും പഴയ കമ്പനികൾ ചിലപ്പോൾ വിപണിയിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തേക്കാം. ഇത്തരം മാറ്റങ്ങൾ പട്ടികയിൽ ഉൾപ്പെടുത്താൻ ഈ ഇടവേളകളിലുള്ള പുതുക്കൽ അത്യാവശ്യമാണ്. ഇത് വളരെ സിമ്പിൾ ആയ ഒരു ഇൻഫർമേഷൻ ആണെന്ന് തോന്നാം, പക്ഷെ ഒരറിവും ചെറുതല്ല. ഇനി മുതൽ മാർക്കറ്റ് ക്യാപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഡൗട്ട് വരരുത്. നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലുള്ള ഓഹരികൾ ഏത് വിഭാഗത്തിലാണ് വരുന്നത് എന്നും എത്രത്തോളം റിസ്ക് ഉണ്ട് എന്നും സ്വയം ഉറപ്പുവരുത്താൻ ഈ ഇൻഫർമേഷൻ നിങ്ങളെ സഹായിക്കുമെന്ന് കരുതുന്നു.